ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. മഴക്കാലമായാൽ തന്നെ നമുക്ക് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയാണ് ഈച്ചയും കൊതുകും. എന്നാൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് ലൈവായിട്ട് ഈച്ചയെ എങ്ങനെ കൊല്ലാമെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ വെച്ചിട്ടുള്ള നല്ലൊരു കിടിലൻ ട്രിക്കും ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഞാൻ ഉണ്ടാക്കിയിരുന്ന മിക്സ് ഇതുപോലെ ഒരു പേപ്പറിൽ വെച്ച് കൊടുക്കുന്ന സമയത്ത് എത്ര ഈച്ചകളാണ് വന്ന് അത് കഴിച്ച് ചത്തുപോയിട്ടുള്ളത്. കുറേ ഈച്ചകൾ അത് തിന്നാൻ വേണ്ടി വരുന്നുണ്ട്. നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ അത്രയ്ക്ക് നല്ല എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് തരുന്ന നല്ലൊരു കിടിലൻ ഒരു ഐഡിയ തന്നെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. മാർക്കറ്റിൽ നിന്നും വലിയ വില കൊടുത്ത് കെമിക്കൽസ് ഒന്നും വാങ്ങി നമുക്ക് ഇവകളൊന്നും നശിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് ഈച്ചയെയും കൊതുകിനെയും പാറ്റയെയും ഒക്കെ പറപ്പിക്കാൻ പറ്റും. അതെങ്ങനെയാണ് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ നേരത്തെ ഫസ്റ്റ് ഒരു വീഡിയോ ഇട്ടിരുന്നു, അതിൽ കാണിച്ചിരുന്നു ഈ ഇല എന്താണെന്ന്. രാമതുളസിയാണ് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ തളിരില പറിച്ചെടുത്തതിന് ശേഷം ഞാൻ ചട്ടിയിലിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. നമുക്ക് മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഐഡിയ ഇല്ല. നമുക്ക് കുറച്ച് ദിവസം ഇതുപോലെ പുറത്ത് വെക്കുകയാണെങ്കിൽ അത് ഉണങ്ങി കിട്ടും. നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ചട്ടിയിലൊന്ന് ചൂടാക്കി എടുത്തത്. എന്നിട്ട് ചിരട്ട ഒരു പാത്രത്തിൽ കത്തിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. നമ്മളെ പ്രാണികളൊക്കെ തുരത്താൻ വേണ്ടിയിട്ട് നല്ലൊരു ആൻറ്റിസെപ്റ്റിക് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് മഞ്ഞൾപ്പൊടി. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം സന്ധ്യാസമയത്തൊക്കെ ഇതുപോലെ ഒന്ന് പുകയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ പുകയും സ്മെല്ലും കാരണം തന്നെ ഈച്ച, പാറ്റ, അതുപോലെ തന്നെ കൊതുകൊന്നും നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് തന്നെ വരില്ല. അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ മുക്കിലും മൂലയിലൊക്കെ ഒളിഞ്ഞിരിക്കുന്ന പ്രാണികൾ, കൊതുകൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ വീട് വിട്ട് ഓടി പോവുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഈ നാച്ചുറലായിട്ടുള്ള ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഇല തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് ഒന്ന് പറിച്ചെടുത്തതിന് ശേഷം മിക്സി ജാറിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഞാൻ കുറച്ച് വെളുത്തുള്ളിയും കൂടെ തൊലിയോട് കൂടെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഗ്രാമ്പുമാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ആ ഇല അരച്ചു കൊടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ആ മിക്സി ജാറിൽ നമ്മൾ അത് അരച്ചെടുത്ത സമയത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ പൊടിച്ചെടുത്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതിന് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നല്ലൊരു പെർഫ്യൂമിന്റെ സ്മെല്ലാണ് കേട്ടോ ഈ രാമതുളസിക്ക്. ഇത് അരച്ചെടുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുന്തിരിക്കാണ്. ഇതുപോലെയാണ് എനിക്കിവിടെ കുന്തിരിക്കം കിട്ടിയിട്ടുണ്ടായിരുന്നത്. നിങ്ങളിത് പൊടിച്ചെടുക്കുന്ന സമയത്ത് അമ്മിയിലോ ഇടിക്കല്ലിലോ വെച്ചിട്ട് പൊടിച്ചെടുക്കാതിരിക്കുക. ഒരു പേപ്പറിലോ ഒരു തുണിയിലൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം ഇടികല്ലിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. അപ്പം ഞാൻ ആ ക്രഷ് ചെയ്തെടുക്കുന്ന വീഡിയോ എൻ്റെ സ്കിപ്പായി പോയിട്ടുണ്ട്. അപ്പം ഞാൻ ആ കുന്തിരിക്കും പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുത്തിരുന്നു. എന്നിട്ട് ഞാനിവിടെ ന്യൂസ് പേപ്പറും അതുപോലെ തന്നെ കട്ടിയില്ലാത്ത കോട്ടൻ്റെ തുണിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ കുന്തിരിക്കും അതുപോലെ തന്നെ തുളസി ഇലയും ഗ്രാമ്പും കൂടെ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഇതിലേക്ക് കട്ടിയില്ലാതെ നമുക്ക് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. മഴക്കാലത്ത് നമുക്ക് ഉണക്കിയെടുക്കാൻ പാടാണെങ്കിൽ ജസ്റ്റ് നമ്മൾ യൂസ് ചെയ്യാത്തൊരു ചട്ടി ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താലും മതിയാവും. ഞാനിപ്പോൾ കുറച്ച് വെയിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ വെയിലത്ത് വെച്ച് ഉണക്കാനാണ് കേട്ടോ ഇപ്പോൾ പോകുന്നത്. കട്ടിയില്ലാതെ നമ്മൾ ഇതുപോലെ തേച്ചെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഉണങ്ങി കിട്ടും. ഇതിൽ വൈറ്റ് ആയിട്ടുള്ള പൊടി കുന്തിരിക്കാണ് കേട്ടോ. അപ്പം ഞാൻ കോട്ടൺ തുണിയിലും ന്യൂസ് പേപ്പറിലും ഇതുപോലെ തന്നെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾ റോൾ ചെയ്യാതെ പരത്തി വെച്ചിട്ട് ഉണക്കിയെടുക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ നല്ല വെയിലുള്ളതുകൊണ്ട് ഇതുപോലെ റോൾ ചെയ്തിട്ടാണ് ഉണക്കിയെടുക്കുന്നത്. ജസ്റ്റ് ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ കട്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇത് ഉണങ്ങി കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ പുറത്തൊന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈ തുണിയും അതുപോലെ തന്നെ പേപ്പറും നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി ഞാനിത് ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാതെ ഇത് മുഴുവനായിട്ടും ഇതുപോലെ കത്തിച്ചെടുത്തതിന് ശേഷം ഒരു ഉപയോഗിക്കാത്ത ഗ്ലാസ്സിൽ വെച്ച് കൊടുത്താൽ അതിൻ്റെ പുക കാരണം തന്നെ പാറ്റ അതുപോലെ തന്നെ ഈച്ച, കൊതുക് ഒന്നും തന്നെ നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് വരില്ല. ഇപ്പം ഞാനൊരു ചിരട്ടയിലാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തത് കേട്ടോ. അപ്പം ഞാൻ ചിരട്ടയിൽ കുറച്ച് കണലെടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ പുകച്ചെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലിന് തന്നെ ഇതിലും മൂലയും ഒളിഞ്ഞിരിക്കുന്ന കൊതുക്, ഈച്ച ഒന്നും തന്നെ നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് തന്നെ വരില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഡയറക്റ്റായിട്ട് കത്തിച്ച് വെക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് തന്നെ ആയിരിക്കും കേട്ടോ കിട്ടുന്നത്.
നമ്മൾ കണലിൽ വെച്ച് കൊടുക്കുന്ന സമയത്ത് കുറച്ചധികം സമയം തന്നെ അത് നിന്ന് കത്തും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കണലിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ നമ്മൾ കുറച്ചധികം തന്നെ ഉണ്ടാക്കിയിട്ട് ഒരു ബോക്സിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ഈച്ചയെ ലൈവായിട്ട് കൊല്ലാനുള്ള നല്ലൊരു മിക്സാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പഞ്ചസാര അതുപോലെ തന്നെ ശർക്കര അതൊക്കെ നമ്മളുടെ ഈച്ചകളെ വല്ലാണ്ട് ആകർഷിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് ബേക്കിംഗ് സോഡയും കുറച്ച് ഉപ്പും മിക്സ് ചെയ്ത മിക്സാണ് കേട്ടോ. എന്നിട്ട് അതും കൂടെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളെ ഈച്ചകളെയൊക്കെ ഒന്ന് ആകർഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കളർ പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള കുറച്ച് ടാബ്ലറ്റ്സ് ഉണ്ടായിരുന്നു. അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം അതും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഡ്രൈ ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് വിനീഗറാണ് കേട്ടോ. അച്ചാറിനൊക്കെ യൂസ് ചെയ്യുന്ന അതേ വിനീഗർ തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് കുറച്ച് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഞാനിത് ഒഴിച്ചു കൊടുത്ത സമയത്ത് കുറച്ച് അധികമായിരുന്നു, അതുകൊണ്ടാണ് ഇതുപോലെ മെൽറ്റായിട്ട് വന്നത്. അപ്പോൾ നിങ്ങൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ബേക്കിംഗ് സോഡ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സായി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് ഈ പഞ്ചസാര ബോൾസ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും പഞ്ചസാരയൊക്കെ ഈച്ചകളെ നന്നായിട്ട് ആകർഷിച്ചിട്ട് ഈച്ചകളൊക്കെ വന്നിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ ഇതിൽ ഈച്ചകൾ ചത്ത് വീഴുന്നത് നിങ്ങൾ കൺമുമ്പിൽ തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അത്രയ്ക്കും നല്ല എഫക്റ്റീവായിട്ടുള്ള നല്ല റിസൾട്ട് തരുന്ന നല്ലൊരു കിടിലൻ നാച്ചുറൽ റെമഡി തന്നെയാണ് ഇട്ടത്. അപ്പോൾ ഞാൻ മോനെ കുറുക്കുറെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നും ഒരു ചെറിയ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും കുറച്ചധികം ഈച്ചകൾ തന്നെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ വീടിൻ്റെ അകത്തായതുകൊണ്ട് തന്നെ അധികം ഈച്ചകളൊന്നും ഇല്ല കേട്ടോ. അപ്പം ഞാൻ കുറച്ച് സമയം വീടിൻ്റെ അകത്ത് വെച്ചതിന് ശേഷം ഇത് ഞാൻ പുറത്തേക്കൊന്ന് കൊണ്ടുപോയി വെച്ചിരുന്നു. അപ്പോൾ വേറെയും ഈച്ചകളൊക്കെ വന്ന് അതിലിരിക്കുന്നുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം നമ്മളുടെ പഞ്ചസാര ഒന്ന് മെൽറ്റായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ ഈച്ചകൾ അത് പെട്ടെന്ന് വലിച്ചു കുടിക്കുകയും അതേ സ്പോട്ടിൽ തന്നെ മയങ്ങി ചത്തുപോവുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് ലൈവായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഞാൻ അകത്ത് കുറച്ച് ഈച്ചയേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഞാൻ പുറത്തേക്കൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കഴിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈച്ചകൾ ചത്തുപോകും. ഇതിലിരുന്നിട്ട് പാറിപ്പോയാലും നോക്കുകയാണെങ്കിൽ പുറത്ത് അത് ചത്ത് കിടക്കുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 100% റിസൾട്ട് കിട്ടുന്ന നല്ലൊരു കിടിലൻ ഒരു ടിപ്പ് തന്നെയാണ് ഇട്ടത്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഒരു ഈച്ച വന്നത് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാം ആ ഈച്ച എങ്ങനെയാണ് ചത്തുപോകുന്നതെന്ന്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ആ ഈച്ച വന്നിട്ട് അത് കഴിക്കുന്നുണ്ട് കേട്ടോ. കഴിച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ അത് മയങ്ങി പോവാണ്. പിന്നെ പാറിപ്പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. കുറച്ചൊക്കെ കഴിക്കുന്ന ഈച്ചകൾ പാറിപ്പോവും, പിന്നെ നിലത്ത് വീണ് ചത്തു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഈച്ച അവിടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം. കുറേ ഈച്ചകൾ ഇതിൽ ചത്ത് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഒരു ഈച്ച അത് കഴിച്ചിട്ട് പാറിപ്പോയിട്ടുണ്ട് കേട്ടോ. ആ ഈച്ച ഇതിലിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അതിന് അനങ്ങാനൊന്നും പറ്റുന്നില്ല കേട്ടോ. പൊടി ഈച്ചകളും ഇതിൽ ആകർഷിച്ച് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ സൈഡിൽ നോക്കി കാണുന്നുണ്ടാവും. ഇപ്പം നേരത്തെ കഴിച്ച ഈച്ചയുടെ അവസ്ഥ നിങ്ങൾ ലൈവായിട്ട് തന്നെ കാണുന്നുണ്ടല്ലോ. അതിന് പറക്കാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇനി അത് കുറച്ച് സമയത്തിന് ശേഷം ചത്തുപോവാണ് കേട്ടോ ഉണ്ടാവുക. അതിന് പറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. പാറിയിട്ട് പിന്നെ ഇതിൽ തന്നെ വന്ന് വീണിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ലൈവായിട്ട് തന്നെ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 100% എഫക്റ്റീവായിട്ടുള്ള നല്ല നേച്ചുറൽ റെമഡിയാണ്. അപ്പോൾ ഇനി കടയിൽ നിന്ന് കെമിക്കൽസ് ഒന്നും ഈച്ചയൊന്നും അകറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങേണ്ട ഒരാവശ്യവുമില്ല. ഇതുപോലൊന്ന് ചെയ്തെടുത്ത് നമ്മൾ അകത്തായാലും പുറത്തായാലും വെച്ച് കൊടുത്താൽ മതിയാവും. കുറേ ഈച്ചകൾ ഇതിൽ ചാവാതെ കിടക്കുന്നുണ്ട്, ചാവാനായി കിടക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ചത്ത് കിടക്കുന്നതുണ്ട് കുറേ. അപ്പോൾ ഈച്ച ശല്യം മൂലം പൊറുതി മുട്ടിയവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ.
എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വാല്യബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് അറിയിക്കാനും കൂടെ മറന്നു പോകരുത്. അതുപോലെ തന്നെ ലൈവായിട്ട് ഈച്ചയെ പിടിക്കുന്ന കുറേ ടിപ്സ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ആ വീഡിയോ ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും. ഇപ്പോൾ വേറൊരു ഈച്ചയും വന്ന് അത് കഴിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അവസ്ഥയും ഇതുപോലെ തന്നെയാണ്. കഴിച്ച് കുറച്ച് സമയം കൊണ്ട് തന്നെ അത് മയങ്ങിയൊരവസ്ഥയിലാവുകയും അപ്പോൾ തന്നെ അത് ചത്തുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറേ ഈച്ചകൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇവിടെ ഈച്ചകൾ കുറവായിരുന്നു. അപ്പം ഞാൻ സിറ്റ് ഔട്ടിലൊന്ന് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അത്യാവശ്യം കുറേ ഈച്ചകൾ തന്നെ വന്നിരുന്ന് കഴിക്കുന്നുണ്ട്. ലൈവായിട്ട് തന്നെ ഞാൻ ഇതും ഇവിടെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വാല്യബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് അറിയിക്കണേ. അപ്പോൾ ഇന്ന് കാണിച്ച 3 ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.